ബൈ ബൈ നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് ചിന്തകൾക്ക് വിട, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് സ്വാതന്ത്ര്യം. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേട്ടോ. നെഗറ്റീവ് ചിന്തകൾ നമ്മളെ അടക്കി ഭരിക്കുമ്പോൾ നമ്മളേതാണ്ട് പോസിറ്റീവായിട്ട് ഒന്നും ചെയ്യാത്ത വെറും മനുഷ്യനാന്ന് തോന്നും അല്ലേ? കാരണം നെഗറ്റീവാണ് മൊത്തത്തിൽ, സറൗണ്ടിങ് ഫുൾ നെഗറ്റീവായി. എവിടെ നിന്ന് പോസിറ്റീവ് കിട്ടാനാ? പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എവിടെ നിന്ന് ഇത്തിരി പോസിറ്റീവ് കിട്ടാന്ന്. അപ്പോഴാണ് കൂടുതലായിട്ട് മോട്ടിവേഷൻ ടോക്സും വീഡിയോസും ഒക്കെ കാണുന്നത്. നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ? മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ തോട്ടിനെ നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ട് ചിന്തിക്കുന്നു. നമ്മൾ ചെയ്ത കാര്യം ശരിയാണോ, അല്ലെങ്കിൽ അവരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക എന്നെ പറ്റിയിട്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ ആളൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മളാണ് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ ഫാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദ തോട്ട്സ് ഡോണ്ട് ഹാവ് എനി ഫാക്ട്. മോസ്റ്റ് ഓഫ് ദ അല്ല, ഒട്ടുമിക്ക തോട്ട്സിനും പ്രത്യേകിച്ച് ഫാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. തോട്ട്സ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, മൈൻഡിൽ തന്നെ അത് ഡിസോൾവ് ചെയ്ത് പോകുന്ന തോട്ട്സും ഉണ്ട്. കൂടുതലായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, ഇനി ഞാൻ ഈ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടുമോ, അത് ഞാൻ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പണി എനിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ പണിക്ക് നമ്മൾ ചേർന്നു, ഒരു ജോലിക്ക് ചെയ്യാൻ കയറി, എന്നിട്ട് പിന്നെ അതിൻ്റെ സ്ട്രെസ്സുകളെ പറ്റിയിട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കാട് കയറി കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് നമ്മൾ വേറൊരു ലെവലിലേക്ക് പോകും. നമ്മൾ ഇവിടെ അല്ല. പഴയ നമ്മളെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഞാൻ എവിടെയോ പോയി. ജോലിക്ക് ചേർന്നപ്പോൾ ജോലിയുടേതായ കഷ്ടപ്പാടുകളായി. ജോലി കിട്ടാതിരുന്നപ്പോൾ ഒരു ജോലി മതി എന്നുള്ള ചിന്തയായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ല. അതായിരുന്നു അപ്പോഴത്തെ ചിന്ത. ഇനി ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴോ, അയ്യോ ഇത് ഭയങ്കര ജോലിയാണല്ലോ, ഭയങ്കര ഹെഡേക്ക് ആണല്ലോ, എനിക്കൊരു റെസ്റ്റ് എടുക്കാൻ സമയമില്ല എന്നുള്ളതായി. എവിടെ പോയാലും ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ വരും. ഇനി ഞാൻ ജോലി ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അവരെന്നെ പറ്റി നെഗറ്റീവ് വിചാരിക്കില്ല, എനിക്ക് അലസതയാണെന്ന് വിചാരിക്കും. ഇനി ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ബിസിയാണ്, മറ്റുള്ളവരുടെ ഫോൺ എടുക്കാനോ വിശേഷം കേൾക്കാനോ ഒന്നും സമയമില്ല, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ടെൻഷനായി. ഇനി എൻ്റെ കുട്ടി ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഭാവിയിൽ ആ കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ, അങ്ങനെ അതിനെ പറ്റിയിട്ടായിട്ടുള്ള ചിന്തകളും. ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കായിരിക്കും എനിക്ക് കിട്ടുക, ഔട്ട് ഓഫ് 100 ഒരു 80 കിട്ടുമോ, 70 കിട്ടുമോ, 60 കിട്ടുമോ, ചിന്തയോട് ചിന്തയാണ്. എക്സാം ഒരു 6 months കഴിഞ്ഞിട്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദി തിങ്സ് നെഗറ്റീവ് ആയിരിക്കും മൈൻഡിൽ വരിക. ഓ ഇത് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടോപ്പിക്ക് പഠിക്കാണ്ടിരുന്ന ഞാൻ ആ ടോപ്പിക്കിലത്തെ ആയിരിക്കും ക്വസ്റ്റ്യൻ വന്നത്, ഞാൻ പെട്ടു. അപ്പോൾ ടെൻഷനായി. എങ്ങനെ ഇതിൽ നിന്നൊക്കെ മുന്നേറാം? ഈ ടെൻഷൻ്റെ മുന്നിലുള്ള ടെൻഷൻസ്, അതിൻ്റെ പിന്നിലുള്ള ടെൻഷൻ. ഒരു മാർഗ്ഗം ഞാൻ പറയട്ടെ. നമ്മുടെ മൈൻഡിലൊരു തോട്ട് വരും, അതിന് രണ്ടാമത്തെ തോട്ട് വരണേറ്റ് മുൻപ് ആ ഇടയിലുള്ളൊരു ടൈമില്ലേ, ആ ടൈം ഭയങ്കര മൈക്രോ മൈന്യൂട്ട് ടൈമായിരിക്കും. ആ സമയം രണ്ടാമത്തെ തോട്ട് വരണേറ്റ് മുമ്പ് തന്നെ ആ സമയത്തിൽ നമ്മൾ തീരുമാനിക്കുക, ഐ വിൽ ബി ഫ്രീ ഓഫ് ഓൾ ദ നെഗറ്റീവ് തോട്ട്സ്. വിചാരിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണല്ലേ? നെഗറ്റീവ് തോട്ട്സ് ഇല്ലാണ്ട് ഞാൻ ജീവിക്കും എന്നുള്ളത്. ഇനി അടുത്തൊരു നെഗറ്റീവ് തോട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം തന്നെ ഡയറക്ഷൻ മാറ്റുക. വേണ്ട, ഇനി എനിക്ക് നെഗറ്റീവ് തോട്ട് വേണ്ട, ചിന്തകളെ പറന്നു പോകൂ, എൻ്റെ മൈൻഡിലേക്ക് വരണ്ട എന്ന് പറയാം. നെഗറ്റീവ് ചിന്തകളോട് ടാറ്റ ബൈ ബൈ പറയാം. വേണ്ട, എനിക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് ഈ ജോലിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, എനിക്ക് എല്ലാവർക്കും വേണ്ടി, ആവശ്യമുള്ളവർക്ക് കേട്ടോ, സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് മൈൻഡിലങ്ങോട്ട് ഉറപ്പിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല, അവരിങ്ങനെ പറന്നു പോയിക്കോളും. അപ്പോൾ ഫസ്റ്റ് തോട്ട് ഇട്ടു, രണ്ടാമത്തെ തോട്ട് ഇടുന്നതിൻ്റെ ഇടയിൽ ലെറ്റ്സ് ഫ്രീ ദ നെഗറ്റീവ് തോട്ട്സ്. മൈൻഡ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ തോട്ട്സ്. നമുക്കറിയാലോ, മനസ്സാണ് എല്ലാ ചിന്തകളുടെയും സ്രഷ്ടാവ്. അത് കറക്റ്റുള്ള കാര്യമാണ്. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് തന്നെയാണ് ഉദിക്കുന്നത്. അപ്പോൾ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾ എന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വിഷമിച്ചിരിക്കുന്നത്. അയാൾ എന്നെക്കുറിച്ച് ഞാൻ തടി കൂടുതലാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത്. വൈ വൈ ആർ യു സ്ട്രഗിളിങ്? ബിക്കോസ് യു ആർ ഗിവിങ് ദ ഓണർഷിപ്പ് ഓഫ് യുവർ തോട്ട് ടു സമ്മൺ എൽസ്. എന്തിനാ നമ്മൾ അയാൾ പറഞ്ഞത് ഏറ്റെടുത്തു, ഓക്കെ ഞാൻ തടി കൂടുതലാണെന്ന് വിശ്വസിച്ച് ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? അത് അയാളുടെ തോട്ടാണ്. ഈവൺ ഇഫ് ദാറ്റ് ഈസ് എ ഫാക്ട് ഓൾസോ, ഓക്കെ ആ തോട്ടിലൊരു ഫാക്ട് ഉണ്ടെങ്കിൽ കൂടി എൻ്റെ തടി എന്തുകൊണ്ടാണെന്ന് എനിക്ക് നിശ്ചയമായിട്ടും അറിയാം. എങ്കിൽ വൈ ഷുഡ് ഐ ക്രൈ? എന്തിന് ഞാൻ കരയണം? അതുപോലെ എനിക്ക് ജോലി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. സോ അവരുടെ തോട്ട് ഞാൻ ഓൺ ചെയ്തിട്ട് വൈ ഐ ഷുഡ് ക്രൈ ഓൺ ദാറ്റ് ദെയർ ഒപ്പീനിയൻ? മറ്റുള്ളവരുടെ ഒപ്പീനിയനെ ഓൺ ചെയ്തിട്ട് ഞാൻ അപ്പോൾ അയാളെ അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ അർത്ഥം? അത്തരം തോട്ടുകൾ കാട് കയറി പോകാതെ
മറ്റൊരാളുടെ ചിന്തകളെ നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ട് നമ്മൾ അയാളുടെ അടിമയാവാൻ ഒരിക്കലും നമ്മുടെ മൈൻഡിനെ അനുവദിക്കരുത്. വി ഹാവ് ടു ഫ്രീ ഫ്രം അവർ നെഗറ്റീവ് തോട്ട്സ്. നമ്മൾ എപ്പോഴും മൈൻഡിനെ ക്ലിയർ സെറ്റ് ആക്കി വെക്കുക. വാട്ട് എവർ സംവൺ സേ, ഇറ്റ് വിൽ നോട്ട് എഫക്ട് ഇൻ മൈ മൈൻഡ്. നിനക്ക് മാർക്ക് കുറവാണല്ലോ, അപ്പം നിനക്ക് ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണല്ലേ, ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ തോട്ടിനൊരു ബൗണ്ടറി ഇടുക. നിങ്ങൾ പറയുന്നതല്ല എൻ്റെ മാർക്ക്, ഞാൻ ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങും, നല്ലവണ്ണം പഠിക്കും, നല്ല മാർക്ക് വാങ്ങും എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. ഐ സ്റ്റഡി വെരി വെൽ ആൻഡ് ഐ ഗെറ്റ് 100 ഔട്ട് ഓഫ് 100 എന്നുള്ളത്. ആ തോട്ടായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ മാർക്ക്. അല്ലാണ്ട് മറ്റാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ തോട്ടിനെ നിങ്ങളാണ്ട് പറത്തിക്കളയുക. ലെറ്റ് ഇറ്റ് ഗോ. വിഷമിക്കണ ചിന്തകൾ എന്തിനാ ഈ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണേ? ലെറ്റ് സേ ബൈ ബൈ ടു ഓൾ ദ നെഗറ്റീവ് തോട്ട്സ്. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മൈൻഡിന് നമ്മൾ എന്തെങ്കിലും റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മൈൻഡ് എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ടി വി വിഷ്വൽ കാണുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ മൈൻഡ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും. ഒരു 100 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഒരു വ്യക്തിനെ എടുത്തു എന്ന് വിചാരിക്കും. നമ്മളൊരു വ്യക്തിനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അയാൾക്ക് 100ന് 150 കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അയാളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ എടുത്തു പറയുക. ഫസ്റ്റ് നമ്മളൊരു ആളെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മെലിഞ്ഞ മനുഷ്യനാണെങ്കിൽ ചോദിക്കും, എടോ താൻ എന്താ എത്ര മെലിഞ്ഞത്? നീ തടിച്ച ആളാണെങ്കിൽ അയ്യോ നല്ല തടി കൂടിയല്ലോ, അതായിരിക്കും. പക്ഷെ ഈ അയാൾക്ക് നല്ല ജോലിയുണ്ട്, അയാൾ നന്നായി ഏൺ ചെയ്യുന്നുണ്ട്, ഓർ ഷി ഓർ ഹി ഹാസ് സം അതർ ഗുഡ് ക്വാളിറ്റീസ്. വി നെവർ പോയിന്റ് ഔട്ട് ദാറ്റ് ക്വാളിറ്റീസ്, വി ജസ്റ്റ് ഫോക്കസ് ഓൺ ഹിസ് ഓർ ഹേർ നെഗറ്റീവ് തിങ്സ് ഓൺലി. അതാണ് ഒരു ഹ്യൂമൻ നേച്ചർ. ബട്ട് വി ഹാവ് ടു ക്രിയേറ്റ് എ സ്പേസ് ഫോർ പോസിറ്റീവ് തിങ്സ്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് നെഗറ്റീവ് തോട്ട്സ്. സോ ലെറ്റ്സ് സേ ബൈ ബൈ ടു ഓൾ അവർ നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് തോട്ട്സിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കൂ നീ, അവരെല്ലാം പോട്ടെ അല്ലേ. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. നല്ല മാർക്കുകൾ കിട്ടട്ടെ, നല്ല ജോലി, നല്ല സന്തോഷമുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.